പ്രശസ്തനായ ചാർലി ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ നോക്കിയിരിക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും. ആരും കാണരുത്. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം, പപ്പ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? പപ്പാമാർ ഉരുകുന്ന ഉരുകിയിരിക്കുന്ന അപ്പാമാർ ഉരുകും. മൂത്ത മോള് പറയുന്നു ഫീസ് കൊടുക്കണം, അതേ മോള് പറഞ്ഞ് ചുരിദാർ വേണം, വാടകക്കാരൻ പറയുന്നു ഇപ്പം കാശ്. ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചാൽ ഉരുക്കം അറിയാം, ഉരുക്കം. ആ ഉരുകുന്നത് അറിയുന്നവരെ കണ്ട് അടുത്തിരിക്കുന്നു, കണ്ണു നിറയുന്നു. ആർക്കറിയാം? മനുഷ്യൻ ഉരുകുക. മക്കളെ, നിങ്ങളെന്ന് അനുഭവിക്കുന്ന തണൽ ഇന്നലെ നിന്റെ അപ്പം കൊണ്ട് വെയില. അവരെ വേദനിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്. ഇവരോടല്ല, എല്ലാവരോടും പറയുന്നത് കേട്ടോ. ബർത്ത്ഡേയുടെ ഡെഫിനിഷൻ പറയാൻ BBC ലോകത്തിലെ മഹാരഥന്മാരോട് പറഞ്ഞു. ഒത്തിരി പേര് ഡെഫിനിഷൻ കൊടുത്തു. നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ പറഞ്ഞു, ഡെഫിനിഷൻ വായിച്ച് ഞാൻ കരഞ്ഞു. എന്റെ മുഖത്തോട് നോക്കിയേ, ആ ഡെഫിനിഷൻ കേൾക്കണോ? നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ബർത്ത്ഡേ. നീ കരഞ്ഞപ്പം നിന്റെ അമ്മ ചിരിച്ചു. ബാക്കി എല്ലാ സമയവും മക്കളെ, നീ കരയുമ്പോ അമ്മ കരയുക, അപ്പം കരയുക. ഈ അമ്മയാണോ വഴിയിൽ ഇറക്കി വിടുന്നത്? ഈ അപ്പനെയാണോ? ഈയിടെ എനിക്കൊരു കിട്ടി. തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലുറക്കിയ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിൽ ഇറക്കി വിടരുത്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചില്ല. എവിടെ പ്രസംഗിക്കുന്നത്? അനാഥശാലയിൽ ചെന്നാൽ അനാഥനെ അവിടെ ഉള്ളൂ, പാമക്കട മക്കളെ അവിടെ ഉള്ളൂ. എന്നാൽ ഓൾഡ് ഏജ് ഹോമിൽ ചെന്നാലോ? വേദോസം പറയുന്നു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാം, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ സന്താനങ്ങൾ അത് നിങ്ങളോട് ചെയ്തിരിക്കും.